ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം ടു എറണാകുളത്തിൻ്റെ ജാസിയെ കാണാൻ പോകുന്ന ട്രിപ്പിൻ്റെ ലോങ് വീഡിയോ ആയിട്ട്. ഇവിടുത്തെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്ക് ഇറങ്ങിയെങ്കിലും നമ്മൾ ആക്ച്വലി അവിടെ എത്തിയ സമയം ഒരു മണിയൊക്കെ ആയപ്പോഴായിരുന്നു. കാരണം പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഹൈസ് നല്ല പണി എന്നിട്ടുണ്ടായിരുന്നു. ആൾ ഫുള്ളി വൊമിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡ്രസ്സ് കംപ്ലീറ്റ്ലി മൊത്തത്തിൽ മാറ്റേണ്ട അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തന്നെ മോനുള്ള ഡ്രസ്സ് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേണ്ടി ഞാൻ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അതിലൊരു പാഠം പഠിച്ചെന്ന് വെച്ചാൽ ഇനി ബേബിയായിട്ട് നമ്മൾ അത്യാവശ്യം ലോങ്ങൊക്കെ പോകുമ്പോൾ ഒരു സ്പെയർ ഡ്രസ്സ് എടുത്ത് വെക്കണം എന്നുള്ളത്. ഇവിടെ ചെന്നിട്ട് പിന്നെ ഹൈസ് ഫുള്ളി കളിയിലായിരുന്നു കേട്ടോ. ആദ്യം ചെന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഓക്കെ. നമ്മൾ ഒരിക്കലും കാണാത്തൊരു വ്യക്തി, നമുക്ക് മുന്നേ പരിചയമില്ലാത്തൊരു വ്യക്തിയെ പറ്റി നമ്മൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ജാസിയെ കണ്ട ടൈമിലാണ് മനസ്സിലായത്. കാരണം നമ്മൾ ഒരിക്കലും യൂട്യൂബിലോ റീൽസിലൂടെ കാണുന്ന പോലത്തെ ഒരു വ്യക്തി ആയിരുന്നില്ല. നല്ല കമ്പനി ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ മോനെ ആയിരുന്നാലും ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു. അവൻ അവിടെ ചെന്നിട്ട് ആഷിക്കും ജാസിയൊക്കെ ഉമ്മയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ആ വീട്ടിൽ വെച്ചിട്ട്. പോയിട്ടുണ്ടായിരുന്നത് സിസ്റ്ററിന് മെഹന്തി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ജാസിക്ക് മെഹന്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് മുന്നേ പരിചയമില്ലാത്ത വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവും. നമ്മളോട് അവരെങ്ങനെ ബിഹേവ് ചെയ്യും, നമുക്ക് ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് പരിചയമുള്ളവരെ പോലെ ആയിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന ടൈമിലാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ തന്നെയാണ് അവർ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്രമാത്രം നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരുന്നാലും ഒക്കെ അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്റർ മെഹന്തി കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവിടെ ആഷിയും ജാസിയായിട്ടൊക്കെ ഹൈസ് ഫുൾ കളിയിലായിരുന്നത്. അവിടെ ചെന്ന ടൈമിലായിരുന്നു ഞങ്ങൾ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി തന്നെ രാവിലെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. കാരണം ഇപ്പോൾ ഒരു കോവിഡ് ടൈമൊക്കെ അല്ലേ, അപ്പോൾ പുറത്ത് ഹോട്ടലൊന്നും കയറണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുന്ന ആ ഒരു ടൈം വരെയും ഹൈസ് ഉറക്കത്തിലായിരുന്നു. അവർ വൊമിറ്റിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ബിഹേവിയറിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് അവരുടെ റൂമായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഡ്രീം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു അത്രയും നല്ല കിട്ടില്ല എസ്തെറ്റിക് തീമിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള റൂമായിരുന്നു. ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ നമ്മൾ മറ്റേ പിൻട്രസ്റ്റിലൊക്കെ കാണത്തില്ല, അതേപോലെ ഒരു തീമിൽ ബാക്ക്ഗ്രൗണ്ട് ഇവൻ ലൈറ്റ് ആയിരുന്നാലും ഡെക്കേഴ്സ് ആയിരുന്നാലും ഒക്കെ അതേപോലെ സെറ്റ് ചെയ്യുന്നതിൽ സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇവൻ ഞാനായിരുന്നാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് വയ്ക്കാനായിരിക്കും. ആ ഒരു റൂമിനുള്ളിൽ നമ്മൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ പോയി ഒന്ന് ഫോട്ടോ എടുത്താൽ അത്രയും സൂപ്പർ. പിന്നെ ഇപ്പം ഈ ഒരു ക്ലിപ്പിൽ കാണുന്നത് അനിയത്തി ലാസ്റ്റ് അവരുടെ ഇൻസ്റ്റയിൽ വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുമരകം റൂട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ വേറെ റൂട്ടിലാണ് വന്നത്. അപ്പം തിരിച്ച് വരുന്ന വഴി ആര്യാസിൽ കയറിയിട്ടൊരു ചായയും വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഹൈസ് പിന്നെ കുറച്ച് നേരം ഭയങ്കര കളിയിലായിരുന്നു. കാരണം അവൻ കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു. പിന്നെ ഈ കളിക്കൊക്കെ ശേഷം അവൻ കിടന്നുറങ്ങിയിട്ടുണ്ട്, കയ്യിലിരുന്ന് താനേ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ പോലും അവൻ ഉറങ്ങിയ ശേഷമാണ് കാണുന്നത് അവൻ ഉറങ്ങി എന്നുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരൊറ്റ സ്ട്രെച്ചിൽ ട്രാവലായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലി കൂടാണ്ട് തന്നെ എൻ്റെ അനിയത്തിയുടെ ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് ഒരാളും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് സിബിനെയും കൂടെ കൂട്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.